വീട്ടിൽ വൈകുന്നേരം കുട്ടി വരുന്ന സമയത്ത് വന്നില്ല, അമ്മയ്ക്ക് സ്ട്രെസ്സ് കൂടുന്നു, എവിടെ പോയെന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു, അവൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഒരാൾ വിളിക്കുന്നു. ആ സമയത്ത് നമ്മൾ ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ദീർഘനിശ്വാസമാണ്. ഇപ്പോൾ എക്സൈൽ ചെയ്യാണ്. ഇപ്പോൾ എക്സൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നതിൻ്റെ ലക്ഷണമാണ് എക്സലേഷൻ. സ്ട്രെസ് റിലീസിങ് സപ്ലിമെൻറ്റ്സ് ഉണ്ടോ? അല്ലെ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള കുറയ്ക്കാനുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമോ? ഉണ്ട്. സ്ട്രെസ് റിലീവ് ചെയ്യാന്ന് പറയുമ്പോൾ സ്ട്രെസ് ബേസിക്കലി കോർട്ടിസോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഹൈക്ക് ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ സ്ട്രെസ്സിലേക്ക് ലീഡ്. അത് മാത്രമല്ല ഓവറോൾ നമ്മുടെ അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന പല സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്. ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന, ഇതിനെ ഒന്ന് നള്ളിഫൈ ചെയ്യാൻ പറ്റുന്ന ചില ഹെർബ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അശ്വഗന്ധ അതിനെ നള്ളിഫൈ ചെയ്യുന്നുണ്ട്, ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട് അശ്വഗന്ധ. അപ്പം കോർട്ടിസോൺ ലെവൽ കൂടുന്ന സമയത്ത് നമ്മൾ അശ്വഗന്ധ കൊടുക്കുന്ന ഒരാൾക്ക് അശ്വഗന്ധ വ്യത്യാസം അറിയാൻ പറ്റും. അവർക്ക് നമുക്കറിയാം. ഇപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ബാക്കിൽ നിന്നൊക്കെയാണല്ലോ നമുക്ക് ഒരു പെയിനൊക്കെ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ അശ്വഗന്ധ സപ്ലിമെൻറ്റേഷനോ, ഇപ്പോൾ ഞങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കോഫിയുണ്ട്, അശ്വഗന്ധയും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ റിലീഫ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സപ്ലിമെൻറ്റേഷനുണ്ട്. സപ്ലിമെൻറ്റ് ഇതില്ലെങ്കിൽ പോലും സ്ട്രെസ്സിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രെത്താണ്. കാരണം നമ്മളുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് കിട്ടുന്നത് ബ്രീത്തിൽ കൂടെയാണ്. ബ്രീത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ നമ്മളുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റികളിൽ ഒന്നിനും നമുക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കുക. പക്ഷേ നമുക്ക് ബ്രത്തിൽ നമുക്ക് ഇടപെടാം. ഞാൻ വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം പിടിച്ചു വെക്കാം, സ്ലോ ആയിട്ട് ബ്രത്ത് ചെയ്യാം. അപ്പം ബേസിക്കലി നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏത് സിറ്റുവേഷനിലും ഡീപ്പ് ബ്രീത്തിൻസും ഡീപ്പ് ബ്രീത്ത് ഔട്ട്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടും. കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് സിമ്പത്തറ്റിക് എന്നും മറ്റേതിന് പാരാസിമ്പത്തറ്റിക് എന്ന് പറയും. ഈ സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്റ്റീവ് ആക്കുന്ന പാർട്ടും പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യിക്കുന്ന പാർട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, വീട്ടിൽ വൈകുന്നേരം കുട്ടി വരുന്ന സമയത്ത് വന്നില്ല, അമ്മയ്ക്ക് സ്ട്രെസ്സ് കൂടുന്നു, എവിടെ പോയെന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു, അവൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഒരാൾ വിളിക്കുന്നു. ആ സമയത്ത് നമ്മൾ ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ദീർഘനിശ്വാസമാണ്. ഇപ്പോൾ എക്സൈൽ ചെയ്യാണ്. ഇപ്പോൾ എക്സൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നതിൻ്റെ ലക്ഷണമാണ് എക്സലേഷൻ. ഓക്കെ. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ എക്സൈൽ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് റിലാക്സേഷൻ മെക്കാനിസം ഓൺ ആവും. അപ്പോൾ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുക, ഡീപ്പ് ബ്രീത്ത് ഔട്ട്സ് ചെയ്യുക. ഈ ഡീപ്പ് ബ്രീത്ത് ഔട്ട്സ് ബ്രീത്ത് ഇന്നേക്കാൾ ലോങ്ങർ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിലീഫ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർ കുറച്ച് നേരത്തെ പറഞ്ഞില്ല, അതായത് ഓരോ ആൾക്ക് ഒരാൾക്ക് വർക്ക് ചെയ്ത ഡയറ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക് വർക്ക് ആവുക. ചില ആൾക്കാർക്ക് കീറ്റോ ആയിരിക്കും, ചിലക്ക് ഫ്രൂട്ടേറിയൻ ഡയറ്റ് ആയിരിക്കും വർക്ക് ആവുക. പക്ഷേ ഇത് എത്രമാത്രം ഒരാളുടെ ബോഡിക്ക് ഹെൽത്തി ആണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. ഒബിസിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ വണ്ണം കൂടുതലുള്ള വെയിറ്റ് കൂടുതലുള്ള ആൾക്ക് ബയോ ഹാക്ക് എങ്ങനെയാണ് സഹായകമാകുക? അതിൻ്റെ സാധ്യത എത്രമാത്രമുണ്ട്? ഈ വണ്ണം എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു ടേമാണല്ലോ. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ട് ഞാനെപ്പോഴും പറഞ്ഞു പെർഫോമൻസ് ആണ് ഹെൽത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം. കാരണം ചില ആൾക്കാർ ഹെൽത്തിയാണെന്ന് പറയും, പക്ഷേ അവർക്ക് പെർഫോമൻസ് ഭയങ്കര വീക്കായിരിക്കും. അതെ. ചില ആൾക്കാർ ഹെൽത്തി അല്ലെന്ന് നമുക്ക് തോന്നും, പക്ഷേ അവരുടെ പെർഫോമൻസ് ഇപ്പം നമുക്ക് തന്നെ നമ്മളുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായ ലാലേട്ടൻ ഈ ശരീരം വെച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു വെച്ചാൽ മാജിക്കലാണ്. അതെ. അപ്പം ബേസിക്കായിട്ട് അൾട്ടിമേറ്റ്ലി ആർ യു ബി ഏബിൾ ടു ക്യാൻ യു പെർഫോം വാട്ട് യു ആർ സപ്പോസ് ടു ഡു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ബയോ ഹാക്കിങ്ങിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ പെർഫോമൻസിനും ലോഞ്ചവിറ്റിയും ബേസ് ചെയ്തിട്ടാണ്. ഓഫ് കോഴ്സ് വെയിറ്റ് ലോസ് അതിനകത്തൊരു പാർട്ടായിരിക്കാം. അത് നോർമലായിട്ട് വെയിറ്റ് ലോസിനുള്ള പല ടെക്നിക്സും ഉണ്ട്, അതൊക്കെ തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്രാറെഡ് സോന, കോൾഡ് പ്ലഞ്ച്, അത് വെയിറ്റ് ലോസിനകത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കാണുമ്പോൾ. കാരണം അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് സോന ആണെങ്കിലും കോൾഡ് പ്ലഞ്ച് ആണെങ്കിലും മാസീവ് കാലറി ബേൺ ആണ്. ഞാനിപ്പോൾ കാണുന്ന ഒരു 40 മിനിറ്റ് ഇൻഫ്രാറെഡ് സോണയിൽ ഒരാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ദിവസം ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നിടത്തോളം കാലറി അവർക്ക് ബേൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില ടെക്നിക്സും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ജേർണി കുറേ കൂടെ ഫാസ്റ്റർ ആക്കാൻ പറ്റും. ഓക്കെ. ഓഫ് കോഴ്സ് അവരുടെ ഡയറ്റും അവരുടെ ന്യൂട്രീഷനും ഒക്കെ അതോടൊപ്പം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ട്രാക്കിങ് ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ബയോഹാക്ക് സെൻറ്ററിൽ തന്നെ വെയിറ്റ് ലോസ് പ്രോഗ്രാമിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ മെത്തഡോളജിയും കൂടെ ആഡ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ 2045 കൂടിയിട്ട് ഡെത്ത് ഓപ്ഷണലാക്കാൻ പറ്റും എന്നുള്ളൊരു ഡോക്ടറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിങ്ങനെ കണ്ടിരുന്നു. അത് എത്രമാത്രം സാധ്യമാണ്? അതൊരു സ്വപ്നം മാത്രമാണോ നമുക്ക്?
ഞാൻ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, അത് ആക്ച്വലി നോബൽ പ്രൈസ് ലോറേറ്റ്സ് ആയിട്ടുള്ള ജോസ് കൊഡിയാരും ഡേവിഡ് വൂഡും അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ബുക്കുണ്ട്, ഡെത്ത് ഓഫ് ഡെത്ത്, അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ദ വേ തിങ്സ് ആർ ഗോയിങ്, ഇപ്പോഴത്തെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി വന്നിട്ടുള്ള മാറ്റങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, അഡ്വാൻസ്മെൻറ്റ് വെച്ച് നോക്കിയാൽ ഇത് പോസിബിൾ ആണ്. എസ്പെഷ്യലി നമുക്കിന്ന് ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ജനറ്റിക് പ്രീഡിസ്പോഷൻ ടെസ്റ്റിങ്ങിലൂടെ ഒരാൾക്ക് വരാനിരിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ജീനുകൾ അയാൾ ക്യാരി ചെയ്യുന്നുണ്ട്, എന്ത് അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന ജീനുകൾ, ഈ ജീനുകൾ അയാളുണ്ട്, അത് ജനിച്ച മുതലുള്ളതാണ്. ഇത് എക്സ്പ്രസ്ഡ് ആകുമ്പോഴാണ് പലപ്പോഴും അസുഖങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ജീൻസ് ആർ ലോഡഡ് ഗൺസ് എന്നാണ് പറയുക. അതായത് ട്രിഗർ ചെയ്യണം. ഈ ട്രിഗർ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ട്രിഗറിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ, അത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയാണ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുക. ആ വ്യക്തമായിട്ടുള്ള ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഈ ട്രിഗറുകളെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചാൽ ഡെത്ത് ഓൾവേസ് ബിക്കംസ് ഓപ്ഷണൽ. ഓക്കെ ഡോക്ടർ, ഈ ഒരു സമയത്ത് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സിന് ഭയങ്കര ഹൈപ്പുള്ള ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ? ഡോക്ടർ ഇന്ത്യയിൽ തന്നെ അതിൽ 25 ഇയേഴ്സിലധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മൾ ഇത്രയധികം ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് വാരി വലിച്ച് തിന്നേണ്ടത് ആവശ്യമുണ്ടോ? നമ്മൾ കുറേ ഓവർ ഡൂ ചെയ്യുന്നുണ്ടോ? വാരി വലിച്ച് ഒരിക്കലും തിന്നാൻ പാടില്ല. പക്ഷേ സപ്ലിമെൻറ്റ്സ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആവശ്യമാണ് എന്ന് ഞാൻ പറയും. കാരണം ഈ സപ്ലിമെൻറ്റ്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടേണ്ട ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ സപ്ലിമെൻറ്റ് കഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ മതി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഞാൻ ഇത്രയും കാലം നോക്കിയിട്ട് അങ്ങനെ നല്ല ഭക്ഷണം കണ്ടിട്ടില്ല. നമ്മളിപ്പം ധാരാളം വെജിറ്റബിൾസും ധാരാളം ഫ്രൂട്ട്സും കഴിക്കണമെന്ന് പറയും. ഇന്ന് കിട്ടുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും മുഴുവൻ വിഷവും കെമിക്കൽസുമാണ്. അത് തന്നെയായിരിക്കും അസുഖങ്ങൾക്ക് കാരണമായി മാറുന്നത്. അതിൽ ഓർഗാനിക് ആയാലോ, ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള സർവേ തന്നെ കണ്ടുള്ള ഓർഗാനിക് സ്റ്റോറുകളിൽ പോലും ഏകദേശം 58% വെജിറ്റബിൾസിലും ഒരു കെമിക്കൽസ് കണ്ടിട്ടുണ്ട്. പിന്നുള്ള ഓപ്ഷൻ കിച്ചൺ ഗാർഡനാണ്. കിച്ചൺ ഗാർഡനൊക്കെ സിറ്റിയിലൊന്നും നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉള്ള വലിയ പൈസയൊക്കെ ഉള്ളവർ അത് ലക്ഷറിയാണെന്ന്, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പോയി താമസിക്കണം. നൗ അപ്പോൾ എന്താ ഓപ്ഷനുള്ളത്? ഈ പറയുന്ന വാചകം പറയാൻ വളരെ എളുപ്പമാണ്, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇന്നത്തെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് സപ്ലിമെൻറ്റേഷൻ ഒരു മസ്റ്റായ കാലമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മളുടെ ജനറ്റിക് പ്രൊഫൈലിനെയും നമ്മളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനെയും അസസ് ചെയ്ത ശേഷം മാത്രമേ കഴിക്കാവൂ. കാരണം സപ്ലിമെൻ്റ് എന്നോ അല്ലെങ്കിൽ വൈറ്റമിൻസോ മിനറൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും വാരി വലിച്ച് കഴിക്കാവുന്നൊരു കാര്യമാണ് എന്നുള്ള വിശ്വാസം ഒരിക്കലും ഉണ്ടാവരുത്. ഓക്കെ.